കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. കയ്യിൻ്റെ രണ്ടറ്റത്തും ചുമലിൽ ഓരോ സ്വർണ്ണത്തിലകങ്ങൾ ചാർത്തിയിരിക്കുന്നു. ഒരു മഞ്ഞപ്പട്ട് മേൽമുണ്ടായിട്ട് ഇട്ടിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൊണ്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി. കിരീടത്തിന്മേൽ തിരുമുടി മാലകളും 3 എണ്ണം, 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഇന്നത്തെ അലങ്കാരം കൂടുതൽ ഒരു ഭംഗിയുണ്ട്. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ മേൽമുണ്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. വേഷ്ടി ഇടുക എന്ന് പറയില്ലേ, അതേമാതിരി അങ്ങനെ നിൽക്കുന്ന ആ സുന്ദര കുട്ടപ്പനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. അവർക്ക് ആഹ്ലാദത്തിൽ ആനന്ദത്തിൽ ആറാടി പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമവും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് ഒരു വേഷ്ടിയായിട്ട് മഞ്ഞപ്പട്ട് ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുണ്ട്. സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് ഇന്ന് എല്ലാ ഭക്തന്മാരും മനസ്സിൽ വിചാരിക്കേണ്ടത്. ആ പൊന്നുണ്ണിക്കണ്ണൻ നല്ലപോലെ വിചാരിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. ആ പൊന്നുണ്ണി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കുക. അപ്പോൾ അത് കണ്ണൻ കേൾക്കും. എന്നിട്ട് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് വാരിക്കോരി തന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പം എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ജപിക്കാം. ദിവസം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ജപിക്കുക. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ജപിക്കുക, ഉപാസിക്കുക. അതുമാത്രം പോരാ, നമ്മുടെ വരും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നിത്യവും ഉപാസിപ്പിക്കണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും നാമത്രയ മന്ത്രം ജപിച്ചു തുടങ്ങിക്കൊള്ളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.